ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് രസതന്ത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ? ഈ അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 16. ഈ യൂണിറ്റ് 16ൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? ആരോ പറഞ്ഞല്ലോ, ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. എന്താ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ഓക്കെ, വെരി ഗുഡ്. കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ രസതന്ത്രം. അപ്പോൾ നമ്മൾ +2 കോഴ്സിൻ്റെ ഭാഗമായി കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയപ്പോൾ, അതായത് നിങ്ങൾ +1 കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്നൊരു ചാപ്റ്റർ പഠിച്ചിരുന്നല്ലേ. അവിടെ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്താണെന്ന് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ആ പാഠഭാഗം തുടങ്ങിയത്, ശരിയല്ലേ? അന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അസൈൻമെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെ മേഖലകളിലാണ് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നൊന്ന് വിവരശേഖരണം നടത്തി അസൈൻമെൻറ്റൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ചില പ്രത്യേക ഏരിയകളിൽ കെമിസ്ട്രി എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പോയിൻറ്റ്സൊക്കെ കുറിച്ചെടുക്കാൻ ബുക്ക് പേനയും റെഡിയാക്കിയല്ലോ. ഓക്കെ, തുടങ്ങിയാലോ? സി, chemistry have been very much used for the benefit of mankind. We ourselves are beautiful chemical creations and all our activities are controlled by chemicals. In this unit, we will discuss the application of chemistry in 3 important and interesting areas. നോക്കൂ, കെമിസ്ട്രി നമ്മളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. നമ്മൾ ഓരോരുത്തരും തന്നെ മനോഹരമായ കെമിസ്ട്രിയുടെ സൃഷ്ടികളുമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കെമിക്കൽസിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ 3 പ്രധാനപ്പെട്ട ഏരിയകളിൽ, ആ ഏരിയകൾ വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഈ ഏരിയകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഞാൻ ഓരോ ചിത്രങ്ങൾ കാണിച്ചു തരും. ഇത് നോക്കൂ, ഏത് ഏരിയ ആയിരിക്കും ഇത്? ഓക്കെ, വെരി ഗുഡ്. ഇന്ന് നമ്മൾ വളരെ ആൻഷ്യസ് ആയി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിന്ന് COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലകപ്പെട്ട് നമ്മുടെ ജീവിത ചര്യകളൊക്കെ തന്നെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇന്ന് കാത്തിരിക്കുന്നത് ഇതിന് സ്യൂട്ടബിളായ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്സിൻ കണ്ടെത്തിയെങ്കിൽ. പല സ്ഥലങ്ങളിലും പല ലാബുകളിലും ഇതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നു വരുന്നു. ട്രയൽ ആയി ഈ മരുന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും വളരെ ആകാംക്ഷയായി ഈ മരുന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ പറയുന്ന മരുന്നുകളൊക്കെ തന്നെ കെമിസ്ട്രിയുടെ പ്രോഡക്റ്റുകളാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, പണ്ട് കാലത്തൊക്കെ ചില അസുഖങ്ങൾ, കോളറ, വസൂരി കോളറ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അവർ തീർച്ചയായും മരണപ്പെടും എന്ന് തന്നെ കരുതി അവരെ ഒരു പ്രത്യേക ഭാഗത്ത് ആക്കി വെച്ച് മരണപ്പെടുമ്പോൾ കത്തിച്ച് കളയുന്ന രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ രോഗങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ മരുന്നുകൾ കണ്ടുപിടിച്ചു. കെമിസ്ട്രിയുടെ പ്രോഡക്ട്സായി ഇന്ന് ആ രോഗങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ മെഡിസിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത സമയത്ത് വന്ന ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, നിപ്പ പോലുള്ള രോഗങ്ങളൊക്കെ തന്നെ മാരകമാകാതെ, ഒരുപാട് ആൾക്കാർക്ക് ദോഷം വരാത്ത വിധത്തിൽ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി. എന്തുകൊണ്ടാണ്? മരുന്നുകൾ കണ്ടെത്തിയതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് പ്രത്യാശിക്കാം, ഈ പറയുന്ന COVID-19 എന്ന മഹാമാരിയെയും നമുക്ക് മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ വരുതിയിലാക്കാം എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെയാണ് രസതന്ത്രം നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ കെമിസ്ട്രി എങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിൽ സഹായിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സീ ദാറ്റ് application of chemistry in medical field. So a group of chemicals are to be discussed in this context called drugs. See, what are drugs? They are chemicals of
low molecular mass. Drugs interact with the macromolecular targets and produce biological response. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് കുറവുള്ള കെമിക്കൽസ് ആണ്. ഇനി ഇവരുടെ അടുത്തൊരു പ്രത്യേകത, ഇവർക്ക് മാക്രോ മോളിക്കുലാർ ടാർഗറ്റുകളിൽ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്ററാക്റ്റ് ചെയ്യാൻ ഉള്ള കഴിവുള്ളവരാണ്. ഇവർ വെറുതെ ഇൻ്ററാക്റ്റ് അല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു ബയോളജിക്കൽ റെസ്പോൺസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ഡ്രഗ്സിന് കഴിയുന്നു. സി, the biological response produced when become therapeutic and useful, that drug is called medicine. അപ്പോൾ എപ്പോഴാണ് ഒരു ഡ്രഗിനെ മെഡിസിനായി നമ്മൾ വിളിക്കുന്നത്? ഈ ഡ്രഗ് ഉണ്ടാക്കുന്ന ബയോളജിക്കൽ റെസ്പോൺസ് ചികിത്സാ രീതി ആയി മാറുമ്പോൾ അല്ലെങ്കിൽ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുമ്പോൾ ആ ഡ്രഗിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മെഡിസിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോക്കൂ, എന്താ കീമോതെറാപ്പി എന്ന്? യൂസ് ഓഫ് സച്ച് കെമിക്കൽസ് for therapeutic purpose or therapeutic effect is known as chemotherapy. അപ്പോൾ എന്താണ് ഡ്രഗ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രഗ് നമുക്ക് യൂസ്ഫുൾ ആകുന്നതെന്നും എങ്ങനെയാണ് കെമിസ്ട്രി മെഡിക്കൽ ഫീൽഡിൽ നമ്മളെ സഹായിക്കുന്നതെന്നും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്കിതൊന്ന് വിശദമായി മനസ്സിലാക്കുകയാണ് വരുന്ന സെഷനുകളിൽ. ശ്രദ്ധിക്കുക. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ഒന്ന് നോക്കാം. മെയിനായിട്ടും 4 തരത്തിലാണ് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദെയർ ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ്. സി, ചില പ്രത്യേക മരുന്നുകൾ ചില പ്രത്യേക അവസ്ഥയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. ഉദാഹരണമായി പെയിൻ കില്ലേഴ്സ്, ദെൻ ആൻറ്റിസെപ്റ്റിക്സ്. ഈ മരുന്നുകളൊക്കെ തന്നെ പല വിഭാഗങ്ങളിലുള്ളത് ഉണ്ടാവും. So, based on their pharmacological effect, we can classify drugs. Second one is on the basis of drug action. See, ഓരോ ഡ്രഗും ആക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഡ്രഗ് ആക്ഷൻ അനുസരിച്ച് ഡ്രഗിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. ഹിസ്റ്റമിനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ്സ് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയും. Third one is based on their chemical structure. See, drugs having same structure have a same pharmacological effect. Next is based on the molecular target. This classification is very important for medical chemist. അല്ലെങ്കിൽ ഏത് മോളിക്കുലാർ ടാർഗറ്റുമായിട്ടാണ് ഇൻ്ററാക്ഷൻ നടത്തുന്നത് ഒരു ഡ്രഗ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് ഡ്രഗ് ടാർഗറ്റ് ഇൻ്ററാക്ഷൻ. ഡ്രഗ് ടാർഗറ്റ് ഇൻ്ററാക്ഷനിലേക്ക് കടക്കും മുമ്പ് എന്താണ് ടാർഗറ്റ്സ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ തൊട്ട് മുൻപ് കഴിഞ്ഞ ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ് പ്രധാന ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഫാറ്റ്സ് പോലുള്ള മാക്രോമോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് ഉണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ പല പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. മാക്രോമോളിക്യൂൾസ് പെർഫോം വേരിയസ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. These macromolecules become targets for drugs. For example, enzymes are a type of proteins which are biological catalyst. നമ്മൾ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു എൻസൈം ബയോളജിക്കൽ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടതാണ്. നിങ്ങളിത് നോക്കൂ. എൻസൈംസ് ആസ് ഡ്രഗ് ടാർഗറ്റ്സ് ആകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിനു മുൻപേ നമ്മൾ എങ്ങനെയാണ് ഒരു എൻസൈം അതിൻ്റെ ജോലി ചെയ്യുന്നത്, ഹൗ എൻസൈം ആക്ട് ആസ് എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നൊന്ന് നോക്കിയാലോ. കണ്ടല്ലോ. സി, എൻസൈംസിന് പ്രധാനമായും 2 ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ്, ദേ ഹോൾഡ് ദ സബ്സ്ട്രേറ്റ് ഇൻ ടു ദെയർ ക്യാവിറ്റി ഓർ ആക്റ്റീവ് സൈറ്റ്. ദ ഫങ്ഷൻ ഓഫ് ദ എൻസൈം ഈസ് ടു ഹോൾഡ് ദ സബ്സ്ട്രേറ്റ് ഇൻ ദ ആക്റ്റീവ് സൈറ്റ്. The interactions may be ionic, dipole-dipole, hydrogen bonding, etc. Second function of the enzyme is to provide functional groups that will attack the substrate and carry out chemical reaction. Next is drug-enzyme interaction. Mainly drugs interact with the enzymes in 2 different ways. Drugs inhibit the first or second function of the enzyme. That means they block the attaching of the substrate. Either they block the attaching of substrate to the active site,
or it prevent the catalytic activity of the enzyme. They are mainly called enzyme inhibitors. So such drugs which prevent the normal functioning of the enzyme is called enzyme inhibitors. They are mainly of two types. First one is drugs that inhibit the action of enzyme by blocking the binding site of the enzyme and prevent binding of substrate. Or drugs inhibit catalytic activity of enzymes called enzyme inhibitors. Okay. നോക്കൂ ചിത്രത്തിൽ എങ്ങനെയാണ് ഒരു എൻസൈം ഇൻഹിബിറ്റർ അതിൻ്റെ ജോലി ചെയ്യുന്നതെന്ന്. എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. സി വാട്ട് ഈസ് എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ? ചിത്രത്തിൽ നോക്കൂ. ഡ്രഗ്സ് ദാറ്റ് കോമ്പീറ്റ് വിത്ത് natural substrate for their attachment on the active site of the enzyme are called competitive inhibitors. ചിത്രത്തിൽ കണ്ടല്ലോ, ഡ്രഗ് അറ്റാച്ച് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് പകരം ഡ്രഗും സബ്സ്ട്രേറ്റുമായിട്ടാണൊരു കോമ്പറ്റീഷൻ. അപ്പോൾ സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യേണ്ടടുത്ത് ആരറ്റാച്ച് ചെയ്യും? ഡ്രഗ് അറ്റാച്ച് ചെയ്യും. അങ്ങനെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ എൻസൈം ഈസ് പ്രിവെൻറ്റഡ് or inhibited by competitive inhibitors. See the second type of drugs. Some drugs do not bind to the enzyme's active site but to attach to a different site of the enzyme called allosteric site, thus inhibit enzyme activity. ചിത്രത്തിൽ കണ്ടല്ലോ, അലോസ്റ്ററിക് സൈറ്റിൽ ഡ്രഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഹിബിറ്ററായിട്ടുള്ള ഡ്രഗ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയും നോർമലായിട്ട് സബ്സ്ട്രേറ്റിന് അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. ഓക്കെ. ഇനി നോക്കൂ, അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ടാർഗറ്റ്സ് ആണ് റിസപ്റ്റേഴ്സ്. സി വാട്ട് ആർ റിസപ്റ്റേഴ്സ്? എ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ടു ബോഡീസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. See in the picture how they are attaching to the cell. They are present in the cell membrane with their active site or binding site projecting outwards. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് നോർമലായിട്ട് ഒരു അനിമൽ സെല്ലിൽ റിസപ്റ്റേഴ്സ് എവിടെയാണ്, എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റിസപ്റ്റർ ഡ്രഗ് ഇൻ്ററാക്ഷൻ നടക്കുന്നതെന്ന്. സി, in the body, the message between two neurons and that between neurons to muscles is communicated through chemicals called chemical messengers. These chemical messengers are received at the binding site of the receptor proteins. നേരത്തെ നമ്മൾ ബൈൻഡിങ് സൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, സെൽ വാളിൽ പ്രൊജക്റ്റ് ഔട്ട്വേർഡ്സ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? See, to accommodate a messenger, shape of the receptor site changes. This brings about the transfer of message into the cell. Thus, without entering into the cell, a chemical messenger can give a message into the cell. Chemical messenger സെല്ലിനകത്തേക്ക് പ്രവേശിച്ചോ? ഇല്ല അല്ലേ? പക്ഷേ എന്താ ചെയ്തത്? റിസപ്റ്ററിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ എത്തിയപ്പോൾ തന്നെ റിസപ്റ്റർ സൈറ്റ് ചേഞ്ച് ആവുകയും ആ മെസ്സേജ് സെല്ലിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു വിഭാഗം ഡ്രഗ്സ് നോക്കിയാലോ. അൻറ്റഗോണിസ്റ്റ് ആൻഡ് അഗോണിസ്റ്റ്. എന്താണെന്ന് നോക്കൂ. drugs that bind to the receptor site and inhibit its natural function are called antagonist. See, ഈ അൻറ്റഗോണിസ്റ്റുകൾക്കൊരു പ്രാധാന്യമുണ്ട്. അൻറ്റഗോണിസ്റ്റ് ആർ യൂസ്ഫുൾ വെൻ ബ്ലോക്കിംഗ് ഓഫ് എ മെസ്സേജ് ഈസ് റിക്വയർഡ്. എപ്പോഴെങ്കിലും നമുക്കൊരു മെസ്സേജ് ബ്ലോക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഇത്തരം ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം അവർ റിസപ്റ്റർ സൈറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഡ്രഗ്സ് ദാറ്റ് ബൈൻഡ് ടു ദ റിസപ്റ്റർ സൈറ്റ് ആൻഡ് ഇൻഹിബിറ്റ് നാച്ചുറൽ ഫങ്ഷൻ. അപ്പോൾ അൻറ്റഗോണിസ്റ്റുകളെ ഉപയോഗിച്ച് നമുക്ക്
എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അൻ്റഗോണിസ്റ്റുകളെ ഉപയോഗിക്കാം. സി അനദർ ഗ്രൂപ്പ് അഗോണിസ്റ്റ് ഡ്രഗ്സ് ദാറ്റ് മിമിക് നാച്ചുറൽ മെസ്സഞ്ചർ. നാച്ചുറൽ മെസ്സഞ്ചറിനെ മിമിക് ചെയ്യുന്ന, അനുകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആര്? അഗോണിസ്റ്റ്. ആൻഡ് ഡ്രഗ്സ് ദാറ്റ് മിമിക് നാച്ചുറൽ മെസ്സഞ്ചർ ബൈ സ്വിച്ചിങ് ഓൺ ടു റിസപ്റ്റർ ആർ കോൾഡ് അഗോണിസ്റ്റ്. ഇവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഏത് വിധത്തിലാണ് ഉപയോഗിക്കുന്നത് നോക്കൂ. അഗോണിസ്റ്റ് ആർ യൂസ്ഫുൾ വെൻ ദർ ഈസ് ലാക്ക് ഓഫ് നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചർ. എപ്പോഴെങ്കിലും നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചറിൻ്റെ ഒരു അഭാവം ഉണ്ടാകുമ്പോൾ നമുക്ക് ആരെ ഉപയോഗിക്കാം? അഗോണിസ്റ്റുകൾ എന്ന ഡ്രഗ്സിനെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിഫറെൻ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സിൻ്റെ തെറാപ്യൂട്ടിക് ആക്ഷൻ നോക്കിയാലോ. സി തെറാപ്യൂട്ടിക് ആക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, ഫസ്റ്റ് ആൻറ്റാസിഡ്സ്. സി എപ്പോഴാണ് ഒരു ആൻറ്റാസിഡ് എന്ന കെമിക്കൽ അല്ലെങ്കിൽ ആൻറ്റാസിഡ് എന്ന ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നോക്കാം നമുക്ക്. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക് കോസസ് ആസിഡിറ്റി വിച്ച് ലീഡ്സ് ടു അൾസേഴ്സ്. നമ്മുടെ സ്റ്റൊമക്കിൽ ഒരുപാട് ആസിഡിക് നേച്ചർ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? നമുക്ക് അസിഡിറ്റിയാണ്, സ്റ്റൊമക്കിൽ അസിഡിറ്റി ആണെന്നൊക്കെ പറയും അല്ലേ. അത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെ അൾസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സിവിയർ ആയിട്ട് അൾസേഴ്സ് വരുമ്പോൾ ആ ഭാഗമൊക്കെ തന്നെ പലപ്പോഴും റിമൂവ് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. ദാറ്റ് മീൻസ് അഡ്വാൻസ്ഡ് അൾസേഴ്സ് ബിക്കം ലൈഫ് ത്രെട്ടണിങ്. നോക്കൂ, അണ്ടിൽ 1970 the antacid used was sodium hydrogen carbonate or a mixture of magnesium and aluminum hydroxide. ആദ്യകാലങ്ങളിൽ ഇതൊക്കെയായിരുന്നു ആൻറ്റാസിഡ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും അലുമിനിയം മഗ്നീഷ്യം ഇവയുടെ ഹൈഡ്രോക്സൈഡ് മിക്സ്ചറുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിനൊരു വ്യത്യാസം, ഈ ചികിത്സാ രീതിക്ക് അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന് പകരമായി ഡ്രഗ്സ് ഉപയോഗിക്കണം എന്നുള്ളൊരു ബ്രേക്ക് ത്രൂ വന്നത് ഒരു പ്രത്യേക ഡിസ്കവറിക്ക് ശേഷമാണ്. അതെന്താണെന്ന് നോക്കൂ. എ ബ്രേക്ക് ത്രൂ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി കെയിം ത്രൂ ദ ഡിസ്കവറി according to which a chemical histamine which stimulates secretion of pepsin and hydrochloric acid in the stomach. ഹിസ്റ്റമിൻ നമ്മുടെ സ്റ്റൊമക്കിലെ പെപ്സിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കണ്ടെത്തലിന് ശേഷമാണ് നമ്മുടെ ആൻറ്റാസിഡുകളുടെ ഉപയോഗത്തിൽ വ്യത്യാസം വന്നത്. പുതിയ ആൻറ്റാസിഡുകളെ കണ്ടെത്താനായി ശ്രമിച്ചതും. നോക്കൂ, ദ ഡ്രഗ് സിമെറ്റിഡീൻ, ടെഗമെറ്റ് എന്ന് പറയും, was designed to prevent the interaction of histamine with the receptors present in the stomach wall which result in release of lesser amount of acid. അപ്പോൾ സിമെറ്റിഡീൻ അഥവാ ടെഗമെറ്റ് എന്ന ആൻറ്റാസിഡ് ഉപയോഗിച്ചപ്പോൾ അതെന്താ ചെയ്തത്? ഹിസ്റ്റമീൻ സ്റ്റൊമക്ക് വാളിലെ റിസപ്റ്റേഴ്സുമായി അറ്റാച്ച് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അത് കാരണം എന്ത് സംഭവിച്ചു? ഫലത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ കുറയുകയും അസിഡിറ്റി കുറയുകയും ചെയ്തു. ഈ മെഡിസിൻ അല്ലെങ്കിൽ ഈ ഡ്രഗ് ലാർജസ്റ്റ് സെല്ലിംഗ് ഡ്രഗായി അറിയപ്പെടുകയും ചെയ്തു. ശേഷം മറ്റൊരു ഡ്രഗായ റാൻഡിഡിൻ അഥവാ സാൻഡാക്ക് ഡിസ്കവർ ചെയ്യും വരെ. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡ്രഗ് വാസ് സോ മച്ച് ദാറ്റ് ഇറ്റ് റിമൈൻഡ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് ഡ്രഗ് ഇൻ ദ വേൾഡ് അണ്ടിൽ അനദർ ഡ്രഗ് റാൻഡിഡിൻ ഓർ സാൻഡാക്ക് was discovered. Okay, സ്ട്രക്ചറുകൾ നോക്കൂ. ഹിസ്റ്റമിൻ, സിമെറ്റിഡീൻ, റാൻറ്റിഡീൻ. ഓക്കെ, നമുക്ക് അടുത്ത ഡ്രഗ്സ് നോക്കാം. ദേ ആർ ആൻറ്റിഹിസ്റ്റമിൻസ്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം അറിയണം. ഹിസ്റ്റമിൻ ഈസ് എ പൊട്ടൻറ്റ് വാസോ ഡയാലേറ്റർ, മീൻസ് എ ഡ്രഗ് ദാറ്റ് വൈഡൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ഹൈ ബ്ലഡ് പ്രഷർ. ഈ ഹിസ്റ്റമിന് മറ്റ് ചില ഫങ്ഷൻസ് കൂടിയുണ്ട്. ഇറ്റ് ഹാസ് വേരിയസ് അതർ ഫങ്ഷൻസ്. ഇറ്റ് കൺട്രാക്ട് സ്മൂത്ത് മസിൽസ് ഇൻ ദ ബ്രോങ്കൈ ആൻഡ് ഗട്ട് ആൻഡ് റിലാക്സസ് അതർ മസിൽസ്. അപ്പോൾ ആൻറ്റി ഹിസ്റ്റമിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ബ്രോംഫെനിറാമിൻ ഓർ ഡൈമെറ്റാപ് ആൻഡ് ടെർഫെനാഡിൻ ഓർ സെൽഡൈൻ. അവരെന്താ ചെയ്യുന്നത് നോക്കൂ. ദേ കോമ്പീറ്റ് വിത്ത് നാച്ചുറൽ ഹിസ്റ്റമിൻ. അവർ ചെയ്യുന്ന ജോലി എന്താണ്? അവർ നാച്ചുറൽ ഹിസ്റ്റമിനുമായി കോമ്പീറ്റ് ചെയ്യുന്നു.
They compete with natural histamine for binding the site of receptors where histamine exerts its effect. അപ്പോൾ ആൻറ്റിഹിസ്റ്റമിൻസിൻ്റെ തെറാപ്യൂട്ടിക് ആക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്റമിൻ എവിടെയാണോ റിസപ്റ്റേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്നത് ആ സൈറ്റിലേക്ക് ആൻറ്റിഹിസ്റ്റമിൻസ് അറ്റാച്ച്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം തോന്നാം, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് പ്രൊഡക്ഷനെ എങ്ങനെ ബാധിക്കും? സി, അതിൻ്റെ ആൻസർ ഡിഫറൻറ്റ് type of drugs, antihistamines and antacids work on different receptors. See, there are large number of different chemical messengers in the body that interact with different receptors. This is because receptors are very selective to chemical messengers since their attaching site is different. Okay. See the structure of antihistamines, brompheniramine and terfenadine. കണ്ടല്ലോ. So next we will discuss about neurologically active drugs. They affect the message transfer mechanism from nerve to receptors. First one is tranquilizers. Drugs that are used for the treatment of stress and mental disease. They are essential component of sleeping pills. ഇപ്പോൾ സ്ട്രെസ്സ്, മെൻ്റൽ ഡിസീസസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ട്രാൻക്വിലൈസേഴ്സ്. അതുപോലെ ഉറക്ക ഗുളികകളുടെയും ഒരു മെയിൻ കമ്പോണൻ്റാണ് ട്രാൻക്വിലൈസേഴ്സ്. ഫോർ എക്സാമ്പിൾ, നോർ അഡ്രിനാലിൻ ഈസ് വൺ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് പ്ലേസ് എ റോൾ ഇൻ മൂഡ് ചേഞ്ച്. ഇഫ് ഇറ്റ്സ് ലെവൽ ഈസ് ലോ, സിഗ്നൽ ആക്ടിവിറ്റി ബിക്കംസ് ലോ ആൻഡ് ദ പേഴ്സൺ സഫേഴ്സ് ഡിപ്രഷൻ. Then antidepressant drugs are used which inhibit enzymes that catalyze the degradation of noradrenaline. Thus, neurotransmitter is slowly metabolized and can activate its receptor for longer period of time, hence counteracting the effect of depression. Proniazid and phenelzine are two such drugs. Okay. അപ്പോൾ എങ്ങനെയാണ് ട്രാൻക്വിലൈസേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ബോഡിയിൽ. അതിൻ്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് നമുക്ക് മൂഡ് ചേഞ്ച് വരികയും ഡിപ്രഷനിലേക്കൊക്കെ എത്തുകയും ചെയ്യും. ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ഇൻഹിബിറ്റ് ദ എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് ദ ഡീഗ്രഡേഷൻ ഓഫ് നോർ അഡ്രിനാലിൻ. അപ്പോൾ എന്ത് ചെയ്യും? നോർ അഡ്രിനാലിൻ്റെ മെറ്റബോളിസം കൂടുകയും അത് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ്സ് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, സ്ട്രക്ചർ കണ്ടല്ലോ. പ്രോണിയാസിഡ്, ഫെനൽസിൻ, ഇവരുടെ സ്ട്രക്ചർ നോക്കൂ. ഇനി നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കിയാലോ. ക്ലോറോഡയാസിപ്പോക്സൈഡ് ആൻഡ് മെപ്രോബാമേറ്റ് ആർ റിലേറ്റീവ്ലി മൈൽഡ് ട്രാൻക്വിലൈസേഴ്സ് ഫോർ റിലീവിങ് ടെൻഷൻ. മൈൽഡായിട്ടുള്ള ട്രാൻക്വിലൈസേഴ്സിന് ഉദാഹരണമാണ്. ദെൻ ഇക്വാനിൽ ഈസ് used for controlling depression and hypertension. Another group is derivatives of barbituric acid called barbiturates. Examples: veronal, amital, etc. They are used as hypnotic. Other tranquilizers are Valium, Serotonin, etc. Structure നോക്കൂ. Chlorodiazepoxide, മെപ്രോബാമേറ്റ്, ഇക്വാനിൽ, വെറോണാൾ, വാലിയം, സെറോട്ടോണിൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഓഫ് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ് ആണ് അനാൾജസിക്സ്. ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിലീവിങ് പെയിൻ. ആൻഡ് അനാൾജസിക്സ് ആർ ഓഫ് ടു ടൈപ്സ്, നോൺ നാർക്കോട്ടിക് ആൻഡ് നാർക്കോട്ടിക്. സി വാട്ട് ആർ നോൺ നാർക്കോട്ടിക് അനാൾജസിക്സ്? They are paracetamol, aspirin are non-narcotic. Aspirin inhibits the synthesis of chemical known as prostaglandins, which stimulate inflammation in tissue causing pain. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നീര് വരിക, ഇൻഫ്ലമേഷൻ മീൻസ് നീര് വരുന്ന അവസ്ഥയാണ് പെയിൻഫുൾ ആകുന്നത്. ഇതിന് കാരണമായ കെമിക്കലാണ് പ്രോസ്താഗ്ലാൻഡിൻസ്. അപ്പോൾ ആസ്പിരിൻ എന്ന അനാൾജസിക് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ സിന്തസിസ് ഓഫ്
ദ കെമിക്കൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ സിന്തസിസ് കുറയുമ്പോൾ സ്വാഭാവികമായും നീര് വരുന്നത് കുറയുകയും പെയിൻ കുറയുകയും ചെയ്യും. ഓക്കെ, ദീസ് ഡ്രഗ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ആൻറ്റിപൈററ്റിക്സ് ഫോർ റെഡ്യൂസിങ് ഫീവർ. ടെമ്പറേച്ചർ കുറയ്ക്കാനും നമുക്ക് ഫീവർ പോലുള്ള അവസ്ഥയൊക്കെ വരുമ്പോഴും ഈ മെഡിസിൻസ് യൂസ് ചെയ്യാം. ഇനി നോക്കൂ മറ്റൊരു ഉപയോഗം. അപ്പോൾ ആസ്പിരിന് ബ്ലഡ് ക്ലോട്ടിംഗ് ആയി ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റി ബ്ലഡ് ക്ലോട്ടിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ആരെ നമുക്ക് ഉപയോഗിക്കാം? ആസ്പിരിനെ ഉപയോഗിക്കാം. സീ ദ സെക്കൻഡ് ഗ്രൂപ്പ്, നാർക്കോട്ടിക് അനാൽജസിക്സ്. മോർഫിൻ ആൻഡ് മെനി ഓഫ് ഇറ്റ്സ് ഹോമലോഗ്സ് ആർ നാർക്കോട്ടിക് ഡ്രഗ്സ്. ഇവരെ വേറൊരു പേര് വിളിക്കും. ദേ ആർ ഓൾസോ നോൺ ആസ് ഓപ്പിയേറ്റ്സ്. കാരണം അറിയാമോ? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പ്ലാന്റ് ഓപ്പിയം പോപ്പി. മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിലീവ് സിവിയർ പെയിൻ ലൈക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കാർഡിയാക് പെയിൻ, ടെർമിനൽ ക്യാൻസർ, ചൈൽഡ് ബർത്ത് എക്സെട്ര. അധിക വേദന വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സായ മോർഫിൻ പോലെയുള്ളതും അതിൻ്റെ ഹോമലോഗ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതർ എക്സാമ്പിൾസ് ആർ ഹെറോയിൻ, കൊഡെയിൻ എക്സെട്ര. ഓക്കെ, സ്ട്രക്ചർ നോക്കൂ. മോർഫിൻ, ഹെറോയിൻ, കൊഡെയിൻ. ഇനി നമുക്ക് അസൈൻമെൻറ്റ് നോക്കിയാലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, antacid. Number 2, antihistamines. Then tranquilizers. Fourth one is analgesics. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.